വാർത്തയിലേക്കാണ്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ. പത്തനംതിട്ട ജില്ലാ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ പുറത്ത്. മുഴുവൻ ആരോപണവും വ്യാജവും ബാലിശവും. പരാതിക്കാരി വിവാഹിതയാണെന്ന് അറിഞ്ഞില്ലെന്നും ജാമ്യ ഹർജിയിൽ. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണനാണ് ചേരുന്നത്. KC, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ളൊരു നാടകം തന്നെയാണ് ഇപ്പോൾ ജാമ്യ ഹർജിയിലും പറഞ്ഞിരിക്കുന്നത്. നാളെ എന്തായാലും ജാമ്യാപേക്ഷ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ വാദം കോടതി കേൾക്കാൻ പോവുകയാണ്. ഇനി എന്തൊക്കെ കഥകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെനയാൻ പോകുന്നത് എന്നുകൂടി അറിയില്ല. എന്തായാലും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരപീഡന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ? തീർച്ചയായും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് കേട്ടാണെന്ന് രാഷ്ട്രീയ കേരളം ഉണരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും രണ്ട് കേസുകൾ, ബലാത്സംഗ പരാതികളിൽ ജാമ്യം അതായത് അറസ്റ്റ് നീട്ടിക്കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങുന്നത് മൂന്നാമത്തെ ഒരു ബലാത്സംഗ പരാതിയിലാണ്. പത്തനംതിട്ട സ്വദേശി നൽകിയ പരാതിയിലാണ് മൂന്നാമത്തെ ഈ നടപടി ഉണ്ടാവുന്നത്. എന്തായാലും മൂന്നാമത്തെ ഈ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഉണ്ടാവുന്നത്. വളരെ രഹസ്യമായുള്ളൊരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിദേശത്തുള്ള പരാതിക്കാരി ഇമെയിൽ മുഖേനയാണ് DGPക്ക് പരാതി നൽകുന്നത്. അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം നടപടി എടുക്കുന്നു. 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് മൊഴിയിൽ ഉണ്ടായത്. എന്തായാലും വീഡിയോ കോളിലൂടെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് രഹസ്യ സ്വഭാവത്തോടെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തു. പിന്നാലെ പത്തനംതിട്ട SP മജിസ്ട്രേറ്റിനെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. പിന്നാലെയാണ് വളരെ വേഗത്തിൽ കസ്റ്റഡി എടുക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നത്. എന്തായാലും ആദ്യം രഹസ്യമൊഴിക്ക് ശേഷം അറസ്റ്റ് എന്ന ആയിരുന്നു തീരുമാനം. പിന്നാലെ ഈ അതിജീവിതയുടെ ഒരു ശബ്ദ സന്ദേശം അത് ലഭിക്കുകയുണ്ടായി. അതിൽ വളരെ വൈകാരികമായി തന്നെയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത് കേട്ട മുഖ്യമന്ത്രിയാണ് വളരെ വേഗത്തിലുള്ള നടപടിക്ക് നിർദ്ദേശം നൽകിയത്. അത് പ്രകാരമാണ് വളരെ വേഗത്തിൽ പുലർച്ചയോടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും വൈകാരികമായ ആ ശബ്ദ സന്ദേശം അതിന് ശേഷമാണ് നടപടി ഉണ്ടാകുന്നത്. പരാതിക്കാരിയുടെ ഈ സന്ദേശം കേട്ട ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകുന്നത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളരെ വേഗത്തിൽ കസ്റ്റഡി എടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയാണ്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പുലർച്ചെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിന് പിന്നാലെയാണ് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്നു. വിശദമായി ചോദ്യം ചെയ്യുന്നു. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. എന്തായാലും വലിയ പ്രതിഷേധമെല്ലാം തന്നെ ഇതിനിടയിൽ ഉണ്ടാവുന്നു. എന്തായാലും അതീവ രഹസ്യമായി തന്നെ ഈ നടപടി കൈകാര്യം ചെയ്യുന്നു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്യുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും അറസ്റ്റ് വിവരം ചോരാതിരിക്കാൻ അതിവിദഗ്ധമായി തന്നെ അല്ലെങ്കിൽ അതീവ രഹസ്യമായി തന്നെ കാര്യങ്ങൾ നീക്കി എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് കേസുകൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു. രണ്ട് കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിലിനൊരു താൽക്കാലിക ആശ്വാസം ലഭിച്ചൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വളരെ ഗുരുതരമായ ഒരു പരാതി വീണ്ടും വരുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നടപടിയിലേക്ക് നീങ്ങി എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ചില ചാറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നതാണ് കാണേണ്ടത്. അതായത് ഈ പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ചാറ്റ് വിവരങ്ങളാണ് പുറത്തു വന്നത്. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണുള്ളത്. 2024 ഡിസംബർ 20 നടന്ന സംഭാഷണത്തിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടെന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതി സ്ഥിരം കുറ്റവാളി ആണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താനും അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ പ്രതി MLA ആയതിനാൽ ഉന്നത സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ അന്വേഷണത്തിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും പ്രതിഭാഗം നാളെ വാദിക്കില്ല എന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനം അറിഞ്ഞ ശേഷമാകും ആ നടപടി ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ബലാത്സംഗ ആരോപണം നിലനിൽക്കില്ലെന്നതാണ് പറയുന്നത്. മുഴുവൻ ആരോപണവും വ്യാജവും ബാലിശവുമാണ്
തന്നെ അപകീർത്തിപ്പെടുത്താനും ജയിലിലടയ്ക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ പരാതി എന്ന് പറയുന്നത്. ഉഭയസമ്മതത്തോടെയുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. പരാതിക്കാരിയാണ് ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിൽ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ കുറ്റപത്രത്തിൽ പറയുന്ന ഹോട്ടലിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ടായി. തിരുവല്ലയിലെ ഹോട്ടലിലെത്തി തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹോട്ടൽ റിസപ്ഷൻ ജീവനക്കാരോടക്കം വിവരങ്ങൾ തേടിയെന്നാണ് പറയുന്നത്. അവരുടെ മൊഴിയടക്കം എടുത്തു എന്നതാണ് ലഭിക്കുന്ന വിവരം. രജിസ്റ്ററടക്കം പരിശോധിച്ചിട്ടുണ്ടെന്നതും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ ഒരു വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് കടന്നതെന്നതാണ് പറയേണ്ടത്. എന്തായാലും തുടർച്ചയായ കേസുകൾ വരുന്നു. അതിന് പിന്നാലെ ജാമ്യം, താൽക്കാലിക ആശ്വാസം, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ലഭിക്കുന്നു. അനുകൂലമായ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു വിധി ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മൂന്നാമതൊരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ വരുന്നത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ആ കേസിൽ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ, പരാതിയിൽ ഗുരുതരമായ പരാമർശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. എന്തായാലും വളരെ ക്രൂരമായ കാര്യങ്ങളെല്ലാം തന്നെ ആ പരാതിയിൽ ഉണ്ടായിരുന്നു. ആ പരാതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒരു ശബ്ദ സന്ദേശം, അതിജീവിതയുടെ ശബ്ദ സന്ദേശമാണ് ഏറെ നിർണായകമായത്. ശബ്ദ സന്ദേശം കേട്ട ശേഷം മുഖ്യമന്ത്രിയാണ് വളരെ വേഗത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുന്നത്. അതിന് പ്രകാരമാണ് വളരെ വേഗത്തിൽ രഹസ്യ സ്വഭാവത്തോടെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോയത്. എന്തായാലും പുലർച്ചെയാണ് പാലക്കാട് ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയെടുക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. പിന്നാലെ ചോദ്യം ചെയ്യുന്നു. കൂടാതെ വളരെ വേഗത്തിൽ തന്നെ വൈദ്യ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാവേലിക്കര സബ് ജയിലിലേക്കാണ് നേരത്തെ അദ്ദേഹത്തെ മാറ്റിയത്. എന്തായാലും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. ഏതായാലും കഴിഞ്ഞ രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം അറസ്റ്റ് തടഞ്ഞിരുന്നു. ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞ നടപടി 21-ാം തീയതി വരെ നീട്ടിയിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ആ കേസ് ഇനിയും 21-ാം തീയതിയാണ് പരിഗണിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിരിക്കുന്നു. ശരി ഉണ്ണികൃഷ്ണൻ, എന്തായാലും രാവിലെ തന്നെ കേരളം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്ത കേട്ടാണ് ഉണർന്നത് എന്ന് വേണം തന്നെ പറയാൻ. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ്. പത്തനംതിട്ട ജില്ലാ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും വ്യാജവും ബാലിശവുമാണ് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പരാതിക്കാരി വിവാഹിതയാണെന്ന് അറിഞ്ഞില്ല എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഈ അതിജീവിതമാർ, പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്ന 3 അതിജീവിതമാരും വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ സമീപിച്ചിരിക്കുന്നത്. ബലാത്സംഗം ചെയ്തിരിക്കുന്നു, സാമ്പത്തികമായും ചൂഷണം ചെയ്തിരിക്കുന്നു, കുഞ്ഞു വേണമെന്ന് നിർബന്ധിച്ചിരിക്കുന്നു എന്നിങ്ങനെ വിരളിൽ എണ്ണാൻ കഴിയാത്ത നിരവധി ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുണ്ട്. എന്തായാലും ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഉയരുന്ന ഈ എല്ലാ ആരോപണങ്ങളും വ്യാജവും ബാലിശവുമാണ് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തായാലും നാളെ കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കും. ഇനി കോടതിയുടെ നടപടി എന്തേത് എന്നൊരു കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. വിവരങ്ങൾ പങ്കുവച്ചത് KC ഉണ്ണികൃഷ്ണനാണ്.